മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിക്ക് തുടക്കം. പഠനം കഴിഞ്ഞ് ജോലി നോക്കുന്ന യുവജനങ്ങൾക്ക് ഒരു പിന്തുണ നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മത്സര പരീക്ഷകൾക്കോ നൈപുണ്യ പരിശീലനത്തിനോ തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാർക്ക് 1000 രൂപയുടെ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ തൊഴിലവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ പഠനം കഴിഞ്ഞ് ജോലിയുടെ പ്രശ്നം വരുമ്പോൾ അതിനൊരു കടമയുണ്ട്. ഓരോ ജോലിക്കും ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത മാത്രം പോരാ എന്ന് വരും. പ്രത്യേകമായ നൈപുണ്യ പരിശീലനം, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പിന്തുണ എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കണക്ട് വർക്കാണ്. അത്തരമൊരു കാര്യത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ആവശ്യമായ ധനസഹായം ഈ പഠനം നടക്കുമ്പോൾ മറ്റു വരുമാനം അവർക്കില്ല. നേരത്തെയുള്ള പഠനം കഴിഞ്ഞു നൈപുണ്യ പരിശീലനത്തിന് പോവുകയാണ്. അങ്ങനെയുള്ള എല്ലാവർക്കും മാസം തോറും 1000 രൂപ വീതം നൽകുക. അതാണ് ഈ പദ്ധതി. മാനസ മനോജുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിനായി. മാനസ, അതായത് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, ചെറുപ്പക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പിന്തുണ നൽകുന്നത് കൂടിയാണ് ഈ പദ്ധതി എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം, സ്ത്രീകളൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പല സ്ത്രീകളും ഇത്തരത്തിൽ ജോലി ചെയ്യാൻ സന്നദ്ധരാണ്. പക്ഷെ അവർക്ക് എന്തിലേക്ക് പോകണം എന്നൊരു ആശയക്കുഴപ്പമുണ്ട്. അതിനു കൂടി ഒരു സഹായം നൽകുന്ന ഒരു പദ്ധതി കൂടിയാണ് ഈ കണക്ട് ടു വർക്ക് എന്നുള്ളത്. എന്തായാലും അത് പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 30,000 അപേക്ഷകളൊക്കെ വന്നു എന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പദ്ധതിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം അല്പസമയം മുൻപാണ് നിർവഹിച്ചത്. മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ പദ്ധതി എന്താണ് ലക്ഷ്യമിടുന്നത്, യുവാക്കൾക്ക്, യുവജനങ്ങൾക്ക് എത്രത്തോളം പദ്ധതി ഉപകാരപ്പെടും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. 18 മുതൽ 30 വയസ്സ് വരെയുള്ളവരിൽ, അതായത് +2 മുതൽ ബിരുദം വരെ പാസ്സായ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവാക്കൾ, ഉപരി ജോലിക്കായി ശ്രമിക്കുന്ന യുവാക്കൾ, ഇവർക്കൊക്കെയും തന്നെയാണ് ഈ ധനസഹായം എത്തുക. 5 ലക്ഷം രൂപ വരെ കുടുംബവാർഷിക വരുമാനമുള്ളവർക്കാണ് കണക്ട് പദ്ധതിയിൽ അർഹതയുള്ളത്. പദ്ധതി ഇതിനോടകം തന്നെ യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഏറിക്കഴിഞ്ഞു എന്നതാണ് അറിയുന്നത്. ഒപ്പം തന്നെയാണ് 36,500 അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അത് തന്നെ വലിയ ഒരു പിന്തുണയാണ് യുവാക്കളിൽ നിന്നും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നല്ലൊരു പ്രതികരണമാണ് യുവജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ആളുകൾ വന്നാലും അതനുസരിച്ച് ധനസഹായം നൽകാൻ സർക്കാർ സന്നദ്ധരാണ്, അല്ലെങ്കിൽ അതുതന്നെയാണ് സർക്കാരിന്റെ ഉദ്ദേശം എന്നും മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു. ഏതായാലും യുവജനങ്ങളെ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇത്. ോടൊപ്പം തന്നെ തൊഴിൽ നൈപുണ്യം എന്നതിലേക്ക് സമൂഹവും കുട്ടികളും മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കണക്ട് വർക്ക് പദ്ധതി അത്രയധികം വിജയകരമായി തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് എന്ന് തന്നെയാണ്. ഏതായാലും പലവിധ കാരണങ്ങളാൽ നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ആളുകൾ തൊഴിൽ ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും സ്ത്രീകളാണ് ഒരു വിഭാഗമുള്ളത്. അതിൽ മറ്റു വിഭാഗത്തിൽ വലിയ തോതിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഒരു വിഭാഗം നിലനിൽക്കുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ തന്നെയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വീടുകളിൽ കഴിയുന്ന അവസ്ഥ, അവർക്ക് എന്ത് തൊഴിൽ സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ആശയക്കുഴപ്പമൊക്കെയും തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ കണക്ട് വർക്ക് പദ്ധതി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വരുന്നതോടുകൂടി ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പവും അതോടൊപ്പം തന്നെ അവർക്ക് ഒരു സഹായം കൂടി, അഡീഷണൽ ഒരു സഹായം കൂടി ലഭ്യമാകുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും യുവജനങ്ങൾക്കിടയിൽ കണക്ട് ടു വർക്ക് പദ്ധതിക്ക് അങ്ങനെ തുടക്കം കുറിക്കുകയാണ്. പഠനം കഴിഞ്ഞ് എന്ത് ജോലിക്ക് പോകും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൺഫ്യൂഷനായി നിൽക്കുന്നവർക്കൊക്കെ ഒരു പിന്തുണയാകുന്നത് കൂടിയാണ് ഈ പദ്ധതി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്.